ഇപ്പോൾ കേരള ഹജ്ജ് കമ്മിറ്റി ക്യാപ്റ്റൻ വളണ്ടിയർ CM അസ്കർ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ CM അസ്കർ, വലിയ ആത്മനിർവൃതിയോടുകൂടി തന്നെയാണ് തീർത്ഥാടകർ ഹജ്ജ് കഴിഞ്ഞ് വരുന്നത്. കേരളത്തിൽ നിന്നും വലിയ ഒരു നിര തന്നെ ഇത്തവണ ഹജ്ജിന് വേണ്ടി അവിടെ എത്തിയിരുന്നു. എങ്ങനെയാണ് അവർ നൽകുന്ന അനുഭവങ്ങൾ? മുൻപത്തേതിൽ നിന്നും എത്രമാത്രം പ്രയാസരഹിതമായിരുന്നു ഇത്തവണത്തെ ഹജ്ജ് കർമ്മം? ഈ വർഷത്തെ ഹജ്ജ് തികച്ചും ഹാജിമാർക്ക് വളരെ സൗകര്യപ്രദമായിരുന്നു. ഇവിടെ നിന്ന് മിനയിൽ നിന്ന് അറഫയിലേക്കും, അതുപോലെ തന്നെ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്കും, മുസ്തലിഫയിൽ നിന്ന് ജംറയിലേക്കും വളരെ സുഗമമായ രീതിയിൽ മെട്രോ ട്രെയിനിൽ തന്നെ ഹാജിമാർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ മിനയിലെ താമസം വളരെ നല്ല കാലാവസ്ഥയായിരുന്നു. മുത്തലിഫ് വളരെ നല്ല സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇവിടെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനെത്തിയിരിക്കുന്ന മുഴുവൻ ഹാജിമാരെയും സേവിക്കാൻ വേണ്ടി 21 വോളണ്ടിയർ സംഘം ജാഗ്രതരായി രംഗത്തുണ്ടായിരുന്നു. എല്ലാ സമയത്തും അവർക്ക് വളരെ നല്ല സേവനം വോളണ്ടിയർമാരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഹാജിമാർ മിനയിൽ എത്തിയതിനു ശേഷം ഒരു ഹജ്ജുമ മരണപ്പെട്ടു. കാസർഗോഡ് സ്വദേശിനിയായിരുന്നു. ആ ഹജ്ജുമയുടെ ഖബറടക്കത്തിന് വേണ്ടി 2 വോളണ്ടിയർമാരെ നിയോഗിക്കുകയും അത് അവർ വളരെ ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. മിനയിൽ നിന്ന് ഇന്ന് രാത്രിയോടുകൂടി രാപ്പാർത്ത് നാളെ ജംറയിൽ കല്ലെറിഞ്ഞ് നാളെ ളുഹറിന് ശേഷമാണ് ഹാജിമാർ മക്കയിലേക്ക് മടങ്ങുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഈ വർഷം എല്ലാ അർത്ഥത്തിലും വളരെ നല്ല രീതിയിലുള്ള താമസമാണ് ഹാജിമാർക്ക് മിനയിലും മക്കയിലും അസീസയിലും ഒരുക്കിയിരുന്നത്. വളരെയധികം CM അസ്കർ അനുഭവങ്ങളും അതുപോലെ പ്രതികരണവും അറിയിച്ചതിന്. ആത്മനിർവൃതിയോടെ തന്നെയാണ് മലയാളികളടക്കമുള്ള തീർത്ഥാടകർ ഇത്തവണ ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് അവിടെ ഉണ്ടായിരുന്നുവെന്നും ഹജ്ജ് കമ്മിറ്റി ക്യാപ്റ്റൻ CM അസ്കർ അദ്ദേഹമാണ് നമ്മോട് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരാം ചെറിയിടവേളയ്ക്ക് ശേഷം. ഹജ്ജ് വിശേഷങ്ങൾ തുടരുകയാണ്. പുണ്യഭൂമിയിൽ കർമ്മനിരതരായ തനിമ വളണ്ടിയർമാരുടെ സേവനം ഹജ്ജ് തീർത്ഥാടകർക്ക് അനുഗ്രഹവും ആശ്വാസവുമാവുന്നു. സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300ഓളം തനിമ പ്രവർത്തകരാണ് ഹജ്ജ് സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുണ്യഭൂമിയിൽ ഹജ്ജ് വളണ്ടിയർ സേവന രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന തനിമ വളണ്ടിയർ വിംഗ് ഈ വർഷവും സജീവമായി രംഗത്തുണ്ട്. റിയാദ്, ദമാം, ജുബൈൽ, യാംബു, മക്ക, ജിദ്ദ തുടങ്ങി സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300ഓളം വളണ്ടിയർമാർ മിനക്കടുത്ത് അസീസിയയിൽ പ്രത്യേകം ക്യാമ്പ് ചെയ്ത് 3 ഷിഫ്റ്റുകളായാണ് പ്രവർത്തനം. അറഫ, മുസ്തലിഫ, മിന, മഷായി റെയിൽവേ സ്റ്റേഷനുകൾ, ജംറ, ഹറം പരിസരങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ച് വിവിധ രാജ്യക്കാരായ ഹാജിമാർക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. വളണ്ടിയർമാർ പ്രധാനമായും വഴിതെറ്റിയ ഹാജിമാർക്ക് അവരുടെ ക്യാമ്പുകളിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും വളരെ അവശരായ അതുപോലെ രോഗികളായ ഹാജിമാരെ അവരുടെ ക്യാമ്പുകളിൽ എത്തിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സൗദി ഗവൺമെന്റ് ഏജൻസിയുടെ അംഗീകാരത്തോടു കൂടി സേവനം ചെയ്യുന്നതിനാൽ മിന, മുസ്ദലിഫ, അറഫ, ഹറം എന്നിവിടങ്ങളിൽ വളരെ സ്തുത്യർഹമായ സേവനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സൗദി NGOകളുമായി സഹകരിച്ച് തീർത്ഥാടകർക്ക് സൗജന്യമായി കുടിവെള്ളം, ജ്യൂസ്, കുട, ചെരുപ്പ് തുടങ്ങിയവ വിതരണം ചെയ്തത് കഠിന ചൂടിൽ ഹാജിമാർക്ക് വളരെയധികം ആശ്വാസമായി. നേരത്തെ തയ്യാറാക്കിയ മിനയിലെ ലൊക്കേഷൻ മാപ്പ് ഉപയോഗിച്ച് വഴിതെറ്റിയ ഹാജിമാരെ തങ്ങളുടെ ടെന്റിലെത്തിക്കാൻ വളണ്ടിയർമാർക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു. അവശരും രോഗികളുമായ തീർത്ഥാടകരെ താങ്ങിപ്പിടിച്ചും വീൽചെയർ ഉപയോഗിച്ചുമാണ് വളണ്ടിയർമാർ അവരുടെ ടെന്റുകളിൽ എത്തിക്കുന്നത്. വിവിധ സംഘടനകളുടെ പൊതുകൂട്ടായ്മയായ ജിദ്ദ, മക്ക, മദീന എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹജ്ജ് വെൽഫെയർ ഫോറവുമായി സഹകരിച്ചും തനിമയുടെ വളണ്ടിയർമാർ കർമ്മരംഗത്തുണ്ട്. മലയാളി വളണ്ടിയർമാരുടെ ഇത്തരം സേവനങ്ങൾ മുഴുവൻ ഹാജിമാർക്കും വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. മിനായിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷിഫാസിനോടൊപ്പം സാദിഖ് അലി തുവൂർ, മീഡിയ 1. ഹജ്ജ് കർമ്മം നിർവഹിച്ച് മടങ്ങിവരുന്ന കുവൈത്ത് ഹാജിമാർക്ക് അതിർത്തിയിലും വിമാനത്താവളങ്ങളിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞുവെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിലെ പ്രവേശക കവാടങ്ങളുടെ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അൻവർ അൽ യാസീൻ പറഞ്ഞു. കുവൈത്ത് വിമാനത്താവളത്തിലും അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകളിലും ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ അധികൃതർ പരിശോധിച്ചു. പ്രായമായവർ അടക്കം തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് രാജ്യത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. മക്കയിൽ നിന്ന് മടങ്ങുന്ന തീർത്ഥാടക സമൂഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ പ്രവേശന കവാടങ്ങളുടെ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അൻവർ അൽ യാസീന്റെ നേതൃത്വത്തിലാണ് പരിശോധിച്ചത്. വിമാനത്താവളമടക്കം എല്ലാ പ്രവേശന കവാടങ്ങളിലും പരിശോധന നടത്തിയതായി അൻവർ അൽ യാസീൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മക്കയിൽ നിന്ന് ഹജ്ജ് പൂർത്തിയാക്കി മടങ്ങുന്നവരുടെ സുരക്ഷയ്ക്കും സുഗമമായ യാത്രയ്ക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ 1, കുവൈത്ത്. നാഥന്റെ വിളി കേട്ട് brought to you by പർവീൻ പർദ. പർവീൻ പർദ ആൻഡ് ഹിജാബ് only for enterprising women. അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ബലിപെരുന്നാൾ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. സാംസ്കാരിക സമ്മേളനത്തിൽ അബ്ദുള്ള ഫറൂഖി ഈദുദിന സന്ദേശം നൽകി. ദുബൈ കോയലിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും ഗഫൂർ വടകരയുടെ നേതൃത്വത്തിൽ നൃത്തപരിപാടികളും അരങ്ങേറി.
പെരുന്നാൾ ദിനത്തിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തുകൊണ്ട് ദുബൈയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകയായി. റമദാനിൽ കാരുണ്യ പ്രവർത്തകർ ഏറെ സഹായം ചെയ്യുന്ന ലേബർ ക്യാമ്പുകളിൽ ബലിപെരുന്നാൾ ദിനത്തിൽ സാധാരണ ആരും താൽപ്പര്യമെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ഇത് ഏറെ സഹായകവുമായി. ലേബർ ക്യാമ്പിലെ 1250 പാവപ്പെട്ടവർക്കാണ് ദുബൈ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തത്. ഷാർജയിലെ സജ ലേബർ ക്യാമ്പിലായിരുന്നു വിതരണം നടന്നത്. ഈ വർഷം മുതൽ ഈദിന് പുതിയൊരു കാരുണ്യ സംരംഭം തുടങ്ങാനുള്ള നിംസ് ദുബൈയുടെ തീരുമാനത്തിന്റെ ഭാഗം കൂടിയായിരുന്നു ഇത്. പ്രിൻസിപ്പൽ ഡോക്ടർ ഖുർഷിദ് ആലം സലർ, സ്റ്റുഡൻസ് ഡയറക്ടർ സുരേന്ദ്രൻ നായർ, വൈസ് പ്രിൻസിപ്പൽ CPM കോയ എന്നിവർ നേതൃത്വം നൽകി. ഈ സംരംഭത്തിന് സോലൈസ് 14 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ വർഷവും ബലിപെരുന്നാളിന് നിംസ് ദുബൈയിലെ വിദ്യാർത്ഥികൾ കാരുണ്യത്തിന്റെ ഈ സൗഹൃദ സ്പർശവുമായി അർഹിക്കുന്നവരുടെ അരികിലെത്തും. നിംസ് ദുബൈയിലെ പേരൻസ് കൗൺസിലിന്റെ കൂടി സഹകരണത്തോടെയാണ് ഈ വേറിട്ട സംരംഭം. മീഡിയ 1 ദുബൈ. വിദേശ ടൂറിസ്റ്റുകൾ മാത്രമല്ല, അവധി ദിനങ്ങൾ പ്രയോജനപ്പെടുത്തി ആഭ്യന്തര വിനോദസഞ്ചാരികളും ഈദ് ആഘോഷത്തിന്റെ പൊലിമ ഏറ്റുവാങ്ങുകയാണ് UAE-യിൽ. ഗോർഫുഖാൻ ഉൾപ്പെടെ രാജ്യത്തെ വടക്കൻ പ്രദേശങ്ങളിലേക്കാണ് പെരുന്നാൾ ആഘോഷിക്കാൻ സന്ദർശകർ ഏറ്റവും കൂടുതൽ എത്തിച്ചേർന്നത്. മരുഭൂമിയിൽ കൂടാരങ്ങൾ കെട്ടിയും മരച്ചോട്ടിൽ വട്ടം വളഞ്ഞിരുന്നും പെരുന്നാൾ സന്തോഷം പങ്കുവെക്കുകയാണ് കുടുംബങ്ങളും സൗഹൃദ കൂട്ടായ്മകളും. താമസ സ്ഥലത്ത് പാചകം ചെയ്ത ഭക്ഷണവുമായാണ് പലരും പെരുന്നാൾ ആഘോഷിക്കാൻ വടക്കൻ എമിറേറ്റുകളിലേക്ക് എത്തിച്ചേർന്നത്. വിവിധ കളികളിൽ ഏർപ്പെട്ട് ആഘോഷത്തിന് സജീവത നൽകുകയായിരുന്നു മറ്റൊരു കൂട്ടർ. ബോട്ടിൽ കയറി കടൽ സൗന്ദര്യം നുകരാനായിരുന്നു മറ്റു ചിലർക്ക് താല്പര്യം. ജലബൈക്ക് ഉടമകൾക്കാവട്ടെ ഇത് നല്ല കൊയ്ത്തുകാലമാണ് സമ്മാനിച്ചത്. ജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് 4 പാരാസൈക്ലിംഗ് സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. കടലും മലയും കൈകോർത്ത് നിൽക്കുന്ന ഗോർഫുഖാന്റെ ആകാശത്തിലൂടെ ചുറ്റിയടിക്കുന്ന ഈ ആകാശ സൈക്കിളുകൾ പലരെയും ഏറെ ആകർഷിച്ചു. ദിബയിലെ കടലോരങ്ങളിലും വിദിയ പള്ളിയിലും സഞ്ചാരബഹളം അലയടിച്ചു. ഹസൻ ദിബയിലെ കായലിൽ ഏർപ്പെടുത്തിയ ജലയാനയാത്ര ഹൃദ്യമായിരുന്നു. മസാഫി, ദഫ്ത തുടങ്ങിയ പ്രദേശങ്ങളിലെ നാട്ടുചന്തകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കച്ചവടം പൊടിപൊടിച്ചതിന്റെ സംതൃപ്തിയിലായിരുന്നു ഇവിടെ വ്യാപാരികൾ. സ്വകാര്യ കമ്പനിയുടെ 80ഓളം ബസ്സുകളാണ് ഗോർഫുഖാനിലേക്ക് മാത്രമായി പെരുന്നാൾ ദിവസങ്ങളിൽ സവാരി നടത്താൻ ഷാർജ ഗതാഗത വകുപ്പ് ഏർപ്പെടുത്തിയത്. ഗോർഫുഖാന് പുറമെ ഫുജൈറ തീരത്തും തിരക്കിന് ഒട്ടും കുറവുണ്ടായില്ല. ഒട്ടകം, കുതിര എന്നിവയുടെ പുറത്തേറിയുള്ള സവാരിക്കായിരുന്നു ഇവിടെ പ്രയം. ഷാർജയിലെ 56 ഉദ്യാനങ്ങളും സഞ്ചാരികൾക്കായി തുറന്നു കിടന്നു. അൽ മുൻതസ, മജാസ് ഉദ്യാനങ്ങളിൽ പ്രത്യേക പെരുന്നാൾ പരിപാടികളും തുടരുകയാണ്. ബഷീർ മാറഞ്ചേരി, മീഡിയ 1, ഷാർജ. പതിവ് പെരുന്നാൾ ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈദിനോടനുബന്ധിച്ച് ബഹ്റൈനിലെ ഒരു ആരാധനാലയത്തിൽ സംഘടിപ്പിക്കുന്ന ഈദ് ഓപ്പൺ ഹൗസ് ശ്രദ്ധേയമാകുന്നു. വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കൂട്ടായ്മയുടെ മാതൃകയാണിത്. മതത്തിന്റെ മാനവിക മൂല്യങ്ങളുടെയും ബഹുസ്വരതയുടെയും അടയാളമാവുകയാണ് ബഹ്റൈനിലെ ഏറ്റവും വലിയ ആരാധനാലയമായ അൽഫാത്തിഹ് മസ്ജിദ്. എല്ലാ മനുഷ്യർക്കുമായി വാതിലുകൾ മലർക്കെ തുറന്നിട്ട ഈ മുസ്ലിം പള്ളിയിലേക്ക് പെരുന്നാളിന്റെ അവധി ദിനങ്ങളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസി സമൂഹവും വിനോദസഞ്ചാരികളും ഒഴുകിയെത്തുന്നു. വ്യത്യസ്ത മതവിശ്വാസികളും വിവിധ ദേശക്കാരുമായ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരാണ് ഇവിടെ സന്ദർശനത്തിനെത്തുന്നത്. ഇവിടെ എത്തുന്ന സന്ദർശകർ ചെരുപ്പുകൾ പുറത്തഴിച്ചു വെക്കണം. വനിതകൾ അബായ കൗണ്ടറിൽ നിന്ന് വസ്ത്രം മാറ്റി അണിയണം. ഇതു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പള്ളിയുടെ വിശാലമായ നടുത്തളത്തിലേക്ക് പ്രവേശിക്കാം. നിറഞ്ഞ പുഞ്ചിരിയുമായി സന്ദർശകരെ വരവേൽക്കുന്ന വനിതകളടക്കമുള്ള പ്രബോധകർ അറേബ്യൻ സംസ്കാരത്തെയും ഇസ്ലാമിക ദർശനത്തെയും പരിചയപ്പെടുത്തി പള്ളിയുടെ എല്ലാ ഭാഗങ്ങളിലും സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പള്ളിയിൽ വരുന്നത്. ഇവിടെ വന്ന് ഒരു ഗൈഡുകൾ വന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെ മതത്തെ പറ്റി കാണിച്ചു തന്നതിൽ വലിയ സന്തോഷമുണ്ട്. ലഘുഭക്ഷണശാലകളും അറേബ്യൻ ടെന്റുകളും കാലിഗ്രാഫി, ഹെന്ന കൗണ്ടറുകളുമായി വിനോദത്തിനും ഇവിടെ അവസരമുണ്ട്. പള്ളിക്കകത്ത് ചുറ്റിക്കറങ്ങിയും കൈകളിൽ നിറയെ സമ്മാനങ്ങളും പുസ്തകങ്ങളും സ്വീകരിച്ചും ഈ സഞ്ചാരത്തിനെത്തുന്ന ആരുടെയും മനസ്സ് നിറയുന്നു. പ്രബോധകരിലും വളണ്ടിയർമാരിലും നിറഞ്ഞ സ്ത്രീ സാന്നിധ്യവും ഇവിടെ ശ്രദ്ധേയമാവുന്നു. മതാതീതമായ മനുഷ്യസ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അടയാളമാവുകയാണ് ബഹ്റൈനിലെ ഈ ആരാധനാലയം. ജുഫൈറിലെ ഗ്രാൻഡ് മോസ്കിൽ നിന്നും ക്യാമറമാൻ മൂസ കെ ഹസനോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. പെരുന്നാൾ ആഘോഷത്തിനിടയിൽ ഖത്തറിലെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റുകളിൽ മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം പ്രത്യേക പരിശോധന നടത്തി. ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് മുനിസിപ്പാലിറ്റിയുടെ നീക്കം. ഈദ് ദിനങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്കിന്റെ മറവിൽ ഇത്തരം സ്ഥാപനങ്ങൾ നിയമലംഘനം നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പരിശോധന ആരംഭിച്ചത്.
തകർന്ന സ്വപ്നങ്ങളും മരണത്തിലേക്ക് വഴുതി വീണ ബന്ധങ്ങളും മാത്രം അവകാശപ്പെടാനുള്ള ഗസ നിവാസികളുടെ ഇത്തവണത്തെ ഈദ് കണ്ണീരിൽ കുതിർന്നതായിരുന്നു. ബോംബിന്റെയും മിസൈലുകളുടെയും സ്ഫോടനാത്മക ശബ്ദം ഇപ്പോഴും ഇവരുടെ കാതുകളിൽ നിലച്ചിട്ടില്ല. പേടിപ്പെടുത്തുന്ന ആ അനുഭവങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ആഘോഷം ഇവർക്ക് ഏറെ അകലെയാണ്. 7 ആഴ്ച നീണ്ട ഇസ്രയേൽ ഹമാസ് പോരാട്ടം, ജീവൻ നഷ്ടപ്പെട്ട് നിരവധി നിരപരാധികൾ, ശ്വാസം നിലച്ച ബാല്യങ്ങൾ, കണ്ണീർ വറ്റാത്ത കുടുംബങ്ങൾ. ഗസക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതൊക്കെ മാത്രമാണ്. ഈ ദുരന്താനുഭവങ്ങൾക്കിടയിൽ ഈദ് കൂടി കടന്നെത്തുമ്പോൾ പഴയതുപോലെ ഇവർക്ക് ആഘോഷിക്കാൻ കഴിയുന്നില്ല. ഉറ്റവരെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇനി എന്ത് ആഘോഷമെന്നാണ് ഇവർക്ക് ചോദിക്കാനുള്ളത്. كلياته اصلا هو العيد حزن ما فرحناش فيه ولا حاجه ولا شرينا اي عيد ولا حاجه. ഇങ്ങനെയൊരു ഈദ് ദിനം മുമ്പുണ്ടായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. വീടുകളെല്ലാം തകർന്നതോടെ കാരവാനിൽ പാർപ്പിച്ചിരിക്കുകയാണ് പലരെയും. ഗസയെ പഴയതുപോലെ പുനർനിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. صعب يعني عمريش في حياتي مر علي عيد بالشكل هذا. يعني كان يجي علينا العيد كنا نروح نتسوق، اشتري للاولاد عده افرحهم، اشتري لهم لعب احطهم فديهم، اشتري لهم شنط. എങ്കിലും നഷ്ടപ്പെട്ടത് തിരികെ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ എന്ന ദുഃഖം ഇവർ മറച്ചുവെക്കുന്നില്ല. ഗസയിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ 2100 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഒരു ഇടവേള കൂടി. വാർത്തകളെ തിരിച്ചു വരാം. എണ്ണവാതക ഇതര മേഖലയിൽ ഖത്തറിന് വൻ കുതിപ്പെന്ന് റിപ്പോർട്ട്. ഖത്തർ നാഷണൽ ബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് എണ്ണ ഇതര മേഖലയിലെ ഖത്തറിന്റെ ഈ കുതിപ്പ് രേഖപ്പെടുത്തിയത്. സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഖത്തറിന്റെ സാമ്പത്തിക കുതിപ്പ് പ്രധാനമായും ക്രൂഡ് ഓയിൽ വാതക ഇതര മേഖലകളിൽ നിന്നാണ് എന്ന് QNB റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 11.3% ഖത്തർ പ്രകൃതിവാതകേതര മേഖലയിൽ നേടിയ വളർച്ച. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നടത്തിയ നിക്ഷേപമാണ് ഈ വളർച്ചയുടെ പ്രധാന കാരണം. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ആഭ്യന്തര മൊത്ത ഉൽപാദന വളർച്ച 5.4% രേഖപ്പെടുത്തിയിരുന്നത്. രണ്ടാം പാദമായപ്പോഴത് 5.7% ഉയർന്നിട്ടുണ്ട്. വിവിധ മേഖലകളിൽ ഖത്തർ ദ്രുതഗതിയിൽ വളർച്ച കൈവരിക്കുന്നതിന്റെ സൂചനയായാണ് ഈ വളർച്ച വിലയിരുത്തപ്പെടുന്നത്. അതേസമയം എണ്ണ പ്രകൃതിവാതക മേഖലയിൽ നേരിയ തോതിൽ വളർച്ച കുറഞ്ഞു വരുന്നതായും റിപ്പോർട്ടിലുണ്ട്. ഖത്തർ നാഷണൽ ബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് എണ്ണ ഇതര മേഖലയിലെ ഖത്തറിന്റെ കുതിപ്പ് രേഖപ്പെടുത്തിയത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. കുവൈത്തിന്റെ വരുമാനത്തിൽ ബഹുഭൂരിഭാഗവും എണ്ണയിൽ നിന്നാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 12.9 ബില്യൺ ദിനാർ മിച്ച ബജറ്റാണ് രാജ്യത്തിന്റേതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഏറ്റവും മികച്ച രണ്ടാമത്തെ മിച്ച ബജറ്റാണ് കഴിഞ്ഞ വർഷത്തേതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ മൊത്തം വരുമാനം 32.8 ബില്യൺ ദിനാറാണ്. 18.9 ബില്യൺ ദിനാറാണ് ചെലവാക്കിയത്. തുടർച്ചയായി 15ാം വർഷമാണ് കുവൈത്ത് മിച്ച ബജറ്റ് നേടുന്നത്. 2011-12 13.2 ബില്യൺ ദിനാർ മിച്ചമുണ്ടായിരുന്നതാണ് റെക്കോർഡെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം രാജ്യത്തിന്റെ വരുമാനത്തിൽ മഹാഭൂരിഭാഗവും എണ്ണയിൽ നിന്നാണ്. മൊത്തം 31.8 ബില്യൺ ദിനാറിൽ 29.3 ബില്യൺ ദിനാറും എണ്ണയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഏകദേശം 94% വരുമാനവും എണ്ണയിൽ നിന്നാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. അതേസമയം ലോകവിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വൻ കുറവിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് അന്താരാഷ്ട്ര നാണയനിധി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്രൂഡ് ഓയിലിന് $103 ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് $94. നിലവിലെ ആഗോള സാഹചര്യത്തിൽ എണ്ണവിലയിൽ കൂടുതൽ കുറവുണ്ടാകാനാണ് സാധ്യതയെന്നും അന്താരാഷ്ട്ര നാണയനിധി റിപ്പോർട്ട് പറയുന്നു. ഈ സാഹചര്യത്തിൽ കുവൈത്ത് സബ്സിഡിയിൽ കുറവ് വരുത്തേണ്ടതുണ്ട്. ഡീസലിന്റെ സബ്സിഡി എടുത്തു കളഞ്ഞതുപോലെ വൈദ്യുതി സബ്സിഡി ഒഴിവാക്കണമെന്നും IMF നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വർഷത്തെ $16 ബില്യൺ സബ്സിഡിയിൽ കുറവ് വരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് IMFന്റെ ഉപദേശം. കോർപ്പറേറ്റ് നികുതി ഏർപ്പെടുത്തുക, പൊതുസേവനങ്ങൾക്കുള്ള നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും IMF മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിസാർ കെ റഷീദ്, മീഡിയ 1.